ഒരു ദിവസം മറിയാം തന്റെ ഗൃഹത്തിൽ തനിച്ചായിരുന്നു. വീട്ടുജോലികളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം അവൾ ഏകാന്ത ധ്യാനത്തിലും പ്രാർത്ഥനയിലും മുഴുകി. അവളുടെ ഹൃദയവും ചിന്തകളും ദൈവത്തിനു മുമ്പാകെ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട സമയമായിരുന്നു അത്. ഈ അവസരത്തിൽ മറിയാം ഇരുന്ന മുറിയിൽ ഒരു സ്വർഗീയ ദീപ്തി കാണപ്പെട്ടു. തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ദൈവദൂതനെ കണ്ട് മറിയാം ആശ്ചര്യപ്പെട്ടു. കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം, കർത്താവ് നിന്നോടുകൂടെ. ഗബ്രിയേൽ ദൂതന്റെ വാക്കുകൾ അവളിൽ സംഭ്രമമുളവാക്കി. മറിയാമേ, നീ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിൽ എന്നേക്കും രാജാവായിരിക്കും. ഗബ്രിയേൽ വീണ്ടും പറഞ്ഞു, ഞാൻ പുരുഷനെ അറിയാകയാൽ ഇത് എങ്ങനെ സംഭവിക്കും? മറിയാം ചോദിച്ചു. പരിശുദ്ധാത്മാവ് ഈ നിമിഷം നിന്റെ മേൽ വരും. അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ നിന്നിൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് വിളിക്കപ്പെട്ടവൾക്ക് ഇത് 6-ാം മാസമാകുന്നു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഗബ്രിയേലിന്റെ ഈ വാക്കുകൾ കേട്ട മറിയാം ദൈവം മുമ്പാകെ കൂടുതൽ വിനയാന്വിതയായി. ഉടൻ തന്നെ ഗബ്രിയേൽ അപ്രത്യക്ഷനായി. മറിയാം ഇപ്രകാരം ദൈവഹിതത്തിന് വിധേയയായി തന്നെ പരിപൂർണമായി സമർപ്പിച്ചപ്പോൾ ദൈവദൂതനിൽ നിന്ന് അവളുടെ കർണപുടങ്ങളിൽ പതിഞ്ഞ ദൈവവചനം സിരകളിലൂടെ ഗർഭാശയത്തിലേക്ക് പ്രവേശിച്ച് പരിശുദ്ധ റൂഹായുടെ അദൃശ്യവും അത്ഭുതകരവുമായ വ്യാപാരത്താൽ ആ വചനം ജഡമായി തീർന്നു. പരിശുദ്ധ കന്യകയുടെ ഉദരത്തിൽ വചനം പ്രവേശിച്ചപ്പോൾ ശരീരമുണ്ടായി. വചനവും ആത്മാവും ശരീരവും ഒരേ സമയത്ത് ഒരുമിച്ചത്രേ കന്യകയുടെ ഉദരത്തിൽ വസിച്ചത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന സുവിശേഷ വാക്യത്തിലൂടെ ഇതിന്റെ പൊരുൾ വ്യക്തമാക്കുന്നു. ദൂതൻ അറിയിച്ച സംഗതികളെല്ലാം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചതല്ലാതെ ആരോടും പറഞ്ഞില്ല. യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ സമാഗതമായി. പതിവ് പോലെ യെരുശലേം ദേവാലയത്തിൽ ചെന്ന് കുലാചാരപ്രകാരം പെരുന്നാളിൽ പങ്കെടുക്കണമെന്ന് യോസേഫ് ആഗ്രഹിച്ചു. മറിയാമിന്റെ മാതൃസഹോദരിയായ എലിസബത്തും സക്കറിയ പുരോഹിതനും ജെറുസലേം പട്ടണത്തിന് സമീപത്താണ് താമസിച്ചിരുന്നത്. വൃദ്ധയായ എലിസബത്തിന്റെ അത്ഭുതകരമായ ഗർഭധാരണത്തെക്കുറിച്ച് ഗബ്രിയേൽ ദൂതൻ മറിയാമിനെ അറിയിച്ചിരുന്നതുകൊണ്ട് എത്രയും വേഗം എലിസബത്തിനെ സന്ദർശിക്കണമെന്ന് മറിയാമിനും ആഗ്രഹമുണ്ടായിരുന്നു. യെരുശലേമിലെത്തി പെരുന്നാളിൽ സംബന്ധിച്ചതിനു ശേഷം മറിയാം എലിസബത്തിന്റെ ഭവനത്തിലേക്ക് പോയി. യോസേഫ് സ്വന്തം ഭവനത്തിലേക്കും മടങ്ങി. മറിയാം എലിസബത്തിന്റെ വീടിന്റെ വാതിലിൽ മുട്ടി വിളിച്ചു. എലിസബത്ത് വാതിൽ തുറന്നു. മറിയാമിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞ ദേവാലയത്തിൽ നിന്ന് യോസേഫിനൊപ്പം അയക്കപ്പെട്ടതിനു ശേഷം അവളെ എലിസബത്ത് ആദ്യമായി കാണുകയാണ്. അപ്രതീക്ഷിതമായുണ്ടായ കൂടിക്കാഴ്ചയിൽ ഇരുവരും ആഹ്ലാദ പുളകിതരായി. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവളായി മറിയാമിനെ കെട്ടിപ്പിടർന്നുകൊണ്ട് അത്യുച്ചത്തിൽ പറഞ്ഞു, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. എൻ്റെ കർത്താവിൻ്റെ മാതാവിൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിന്റെ വന്ദനസ്വരം എൻ്റെ കാതുകളിൽ പതിഞ്ഞപ്പോൾ എൻ്റെ ഉദരത്തിലെ ശിശു ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറ്റാർക്കും അറിയാത്ത തന്നിലെ രഹസ്യം എലിസബത്ത് അറിഞ്ഞതിനാൽ മറിയാം അത്ഭുതപ്പെട്ടു. ദൈവദൂതൻ അറിയിച്ച പ്രകാരം താൻ ഗർഭിണിയായിരിക്കുന്നു എന്ന വിവരം അപ്പോഴാണ് മറിയാമിന് മനസ്സിലായത്. മറിയാം ഇപ്രകാരം പറഞ്ഞു, എൻ്റെ ഉള്ളം കർത്താവിനെ സ്തുതിക്കുന്നു, എൻ്റെ ആത്മാവിൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ വിനയത്തെ കടാക്ഷിച്ചു. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും.
എന്തെന്നാൽ സർവശക്തനും പരിശുദ്ധനുമായവൻ എന്നിൽ മഹാകാര്യങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു. വൃദ്ധയും ഗർഭിണിയുമായ തൻ്റെ ഇളയമ്മയെ ശുശ്രൂഷിച്ചും സഹായിച്ചും മറിയ 3 മാസത്തോളം അവരോടൊപ്പം താമസിച്ചു. തൻ്റെ ഉദരം ദിവസേന വലുതായി വരുന്നതും അത് മറ്റുള്ളവർ ശ്രദ്ധിക്കത്തക്ക വിധം ആയിത്തീരുന്നതും മനസ്സിലാക്കിയ മറിയ വേഗം തൻ്റെ വീട്ടിലേക്ക് മടങ്ങി. മറ്റുള്ളവരിൽ നിന്ന് മറഞ്ഞിരിപ്പാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് അവൾ വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടി.